ഈ വിഷയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് 5 വർഷമായി ഈ ഉഷ ജോസഫിൻ്റെ വയറ്റിൽ ഈ കത്രിക പോലെയുള്ള ഈ ആർട്ടറി ഫോസപ്സ് കാണാതെ പോയതല്ല. പകരം ഇന്ന് അതിൻ്റെ സർജറി യൂണിറ്റിൻ്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഡോക്ടറുടെ വാക്കുകളാണ്. രാവിലെ എന്നോട് സംസാരിക്കുമ്പോഴാണ് ഡോക്ടർ 2 കാര്യങ്ങൾ പറയുന്നത്. ഒന്നവിടെ സ്ക്രബ് നേഴ്സുമാരുടെ കുറവിനെക്കുറിച്ച്, ഫ്ലോർ നേഴ്സുമാരുടെ കുറവിനെക്കുറിച്ച് പറയുന്നു. രണ്ടാമത് പറഞ്ഞ വാചകം അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു. പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: അത് 5 വർഷമല്ലല്ലോ, 50 വർഷം ഇരുന്നാൽ പോലും അതിന് വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്നാണ്. സ്വന്തം മകളുടെ വയറ്റിൽ അല്ലെങ്കിൽ സ്വന്തം കൊച്ചുമകളുടെ വയറ്റിൽ ഇതേപോലെ ഒരു കത്രിക ഇരുന്നാൽ 5 വർഷമല്ല 50 വർഷം കഴിഞ്ഞാലും അതവിടെ തന്നെ ഭദ്രമായിട്ട് ഇരുന്നോട്ടെ എന്ന് ഈ ഡോക്ടർ വിചാരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഒരു കമ്പാഷൻ, എംപതി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ചില പ്രൊഫഷണലുകൾക്ക് നഷ്ടമാകുന്നത് എന്നൊരു പ്രശ്നമുള്ളത്. രണ്ടാമത്തത്, അതിനേക്കാൾ വിചിത്രമായൊരു വാദം കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് കേട്ടു. കോന്നി മെഡിക്കൽ കോളേജിൽ സർജറി കഴിഞ്ഞ് ഇതിനുശേഷം ഈ ഒരു കുട്ടിയുടെ കൈ വളഞ്ഞു പോയതിനെ തുടർന്നുള്ള ചോദ്യത്തിന് അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്: അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന മട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഉടൻ കയറി ആരും താമസിക്കാറില്ലല്ലോ എന്നുള്ളതാണ്. എത്ര നിർവികാരവും ക്രൂരവുമാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് ആലോചിച്ച് നോക്കും. കല്ലും മരവും മനുഷ്യനും ഒരേ ഗണത്തിൽ. കോൺക്രീറ്റ് കഴിഞ്ഞാൽ അവിടെ ആരും, നിങ്ങളൊരു കുട്ടിയുടെ കൈയെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ മിനിമം ബോധം നമ്മുടെ മുന്നിൽ ഉണ്ടാവണ്ടേ? ഇത് തന്നെയാണ് സുമയുടെ ഗൈഡ് വരൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. എവിടെയാണ് ഈ ഡോക്ടർമാർക്കിടയിൽ, ചില ഡോക്ടർമാർക്കിടയിലെങ്കിലും ഈ എംപതി നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉഷ ജോസഫിനോടൊപ്പം തന്നെയാണ്. ഉഷ ജോസഫ് പറയുന്നു, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഭയമാണ്. അങ്ങനെ ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരു സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനമായി എന്തോ ഒരു പ്രശ്നമുണ്ട് ചില ഡോക്ടർമാർക്കിടയിലെങ്കിലും, ചില വകുപ്പുകളിലെങ്കിലും എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ വകുപ്പ് പൂർണ്ണമായിട്ടും മോശമാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം നമ്മുടെ മുന്നിൽ കണക്കുകളുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ടാർഗറ്റ് ചെയ്താണെങ്കിൽ, ഈ ഹർഷീനയുടെ വിഷയമാണെങ്കിൽ അത് സംഭവിക്കുന്നത് 2017 അത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കാര്യത്തിൽ, വകുപ്പിൻ്റെ കീഴിൽ, മീൻസ് ചുമതലയുടെ കീഴിലല്ല. ഈ സംഭവം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് നേരത്തെ മാധു പറഞ്ഞതുപോലെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വരുന്നതിന് 8 ദിവസങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് നേരിട്ട് വീണ ജോർജിനെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഗവൺമെൻറ് എന്നുള്ളതൊരു തുടർച്ചയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന ഏതുതരം വീഴ്ചയും നമ്മൾ ചൂണ്ടിക്കാണിച്ച് മതിയാവൂ. ജനങ്ങളെ ബാധിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറാൻ ഡോക്ടർമാർക്ക് അവകാശമുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ആദ്യത്തെ ടേക്ക്.